Good morning. Okay, good morning. പുതിയ ടൈം ടേബിൾ ഒക്കെ ആയില്ലേ? ഒരു ദിവസം രണ്ട് ടീച്ചേഴ്സ് ഉണ്ടാവും കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ലബോറട്ടറി സർവീസ് ആണ് തുടങ്ങിയിരുന്നത് അല്ലെ? അപ്പൊ അതിനകത്ത് കുറച്ച് നോട്ട്സ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കി അല്ലേ? അപ്പൊ ഞാൻ ഒരാളുടെ പേര് വിളിക്കാം കേട്ടോ. അവരെന്താ പറയുന്നേ? ഗംഗയുണ്ടോ? ഗംഗ ഗംഗ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് മൈക്കോളജി എന്ന് പറഞ്ഞാല്? മൈക്കോളജി ഗംഗ കേൾക്കുന്നില്ലേ? മൈക്കോളജി എന്താണെന്ന് പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട്. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഒരു കാര്യം ചെയ്യൂ. സുഷയുണ്ടോ? സുഷ കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ഫംഗി കേട്ടോ. സ്റ്റഡി ഓഫ് ഫംഗസ് ആണ്, കറക്റ്റ് ആണ്. സുഷയുണ്ടോ? സുഷ സുഷ എന്ന് പറഞ്ഞ മോള് എന്താണ് സൈറ്റോളജി എന്ന് പറഞ്ഞാല്? സന്തോഷം കേൾക്കുന്നില്ല കേട്ടോ ഗംഗ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്ത് പറ്റി? മ്യൂട്ടാണോ? ഇപ്പൊ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേക്ക്. സുഷ, ഞാൻ എന്താ ചോദിച്ചത്? സൈറ്റോളജി ആണ് കേട്ടോ ചോദിച്ചത്. സൈറ്റോളജി. ശ്രുതി കറക്റ്റ് ആണ് പറഞ്ഞത്. സ്റ്റഡി ഓഫ് സെൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. മ്യൂട്ടാണ്. ഓക്കെ, ശരി. കേൾക്കുന്നില്ലേ? എന്റെ ക്ലാസ് കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാനൊന്ന് അൺമ്യൂട്ട് കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം കേട്ടോ. അടുത്തത് എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഹൈറാർക്കി. എന്താണ് ഹൈറാർക്കി കേട്ടോ? നോക്കൂ, ഹൈറാർക്കി എന്താണ്? ഹൈറാർക്കി എന്ന് പറഞ്ഞാല് അധികാര ശ്രേണി. എന്താണ്? അധികാര ശ്രേണിയാണ്. അതായത് ഒരു ലാബിനകത്തുള്ള അവിടുത്തെ സ്റ്റാഫുകളുടെ അധികാര ശ്രേണി, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ് എങ്ങനെയൊക്കെയാണെന്നാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവർക്കും കേൾക്കുന്നില്ലേ? അപ്പൊ നമുക്ക് 3 കോളംസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് പൊസിഷൻ, പിന്നെ എന്താണ്? എഡ്യൂക്കേഷൻ, ട്രെയിനിങ് എന്ന് പറഞ്ഞാല് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്, ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. പിന്നെന്താണ്? റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ നമ്മൾ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണെന്നറിയോ? റെസ്പോൺസിബിലിറ്റീസിനാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, പക്ഷെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ ഇന്നൊരു പൊസിഷനിലുള്ള ആള് അതെ റോസിൻ, റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ, ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, താഴെ തന്നിരിക്കുന്നവര് റെസ്പോൺസിബിലിറ്റി ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാല് നിങ്ങൾക്ക് അറിയണം. ഇനി നേരെ തിരിച്ചും ചോദിക്കാം. ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ട് അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിക്കാമല്ലോ. അങ്ങനെ ഒരു ചോദ്യം വരാം. അപ്പൊ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം, ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ അതില് ആദ്യത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ആളാണ് ലബോറട്ടറി ഡയറക്ടർ. ഞാൻ പറഞ്ഞു അധികാര ശ്രേണി നമ്മളൊരു ഉയർന്ന തലത്തിൽ നിന്നും താഴ്ന്ന തലത്തിലേക്ക് എന്നുള്ള ലെവലിലാണ് നമ്മളിവിടെ ഏകദേശം അവര് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം.
ഹൈറാർക്കി എന്ന് വെച്ചാല് ഷംന അധികാര ശ്രേണി ട്ടോ, അധികാര ശ്രേണി, ഹൈറാർക്കി. അപ്പൊ ആദ്യത്തെ പൊസിഷൻ എന്താണ്? ലബോറട്ടറി ഡയറക്ടർ. ആരാണ്? ലബോറട്ടറി ഡയറക്ടർ അഥവാ ലാബ് ഡയറക്ടർ എന്ന് പറയും. എന്താണ് അദ്ദേഹത്തിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? നോക്കൂ, ഡോക്ടറൽ ഡിഗ്രി അല്ലെ, ഡോക്ടറൽ ഡിഗ്രി ആണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, MD കൊടുത്തിട്ടുണ്ട്, PhD കൊടുത്തിട്ടുണ്ട് അല്ലെ. പിന്നെന്താണ്? സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡഡ്. പലപ്പോഴും എന്താണ്, ഒരു മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ശുപാർശ ചെയ്യുന്ന ഒരു ഡോക്ടറോ അതല്ലെങ്കിൽ ഒരു PhD ഉള്ള ആളായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ ആണ് ആർക്ക് വേണ്ടത്? ലബോറട്ടറി ഡയറക്ടർക്ക് വേണ്ടത്. മനസ്സിലായല്ലോ? MD എന്ന് പറഞ്ഞാല് ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ് കേട്ടോ, ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ്. ഇനി PhD എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? PhD അവരെ നമ്മൾ ഡോക്ടർ എന്നാണ് പറയാ. അതെന്താണ്? ഡോക്ടറേറ്റ് എടുത്തവരാണ്, അതായത് റിസർച്ച് സ്കോളേഴ്സ് ആയിരിക്കും. അവര് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫീൽഡില്, അതായത് ഇപ്പം ലാബുമായിട്ട് എന്താണ് ശ്രുതി? സൗണ്ട് ഇടയ്ക്ക് കട്ടാകുന്നുണ്ട് ആണോ? ഇനി ഒന്ന് വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണോ കേട്ടോ, ഒന്ന് ഇൻഫോം ചെയ്യണേ. കേൾക്കുന്നുണ്ടല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? അപ്പൊ നോക്കി, MD, അതെ, ഡോക്ടർ ഓഫ് മെഡിസിൻ ആണ് കേട്ടോ MD എന്ന് പറഞ്ഞാല്. PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ ഓഫ് ഫിലോസഫി, കേട്ടല്ലോ. അതായത് ആ ഒരു പെർട്ടിക്കുലർ ലാബുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം, അത് ചിലപ്പോൾ മൈക്രോബയോളജി ആവാം, അല്ലെങ്കിൽ ബയോടെക്നോളജി, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിനകത്ത് PhD ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം, റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. പിന്നെന്താ പറയുന്നത്? സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡഡ്. പലപ്പോഴും എന്താണ്, മെഡിക്കൽ സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഡോക്ടറോ അതല്ലെങ്കിൽ ഒരു PhD ഉള്ള ആളായിരിക്കണം. PhD എന്ന് പറഞ്ഞാല് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ് കേട്ടോ. അതായത് ഒരു പെർട്ടിക്കുലർ, നമ്മൾ കേട്ടിട്ടില്ലേ ഇപ്പൊ നമ്മുടെ കോളേജിലൊക്കെ പ്രൊഫസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ PhD സ്കോളേഴ്സ് ആയിരിക്കും. ആ ഒരു വിഷയത്തിൽ അവർ റിസർച്ച് ചെയ്ത് PhD എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുടെ പേരിന്റെ കൂടെ നമ്മൾ എന്താ പറയാ? ഡോക്ടർ എന്നാണ് പറയാ. അത് MBBS ഡോക്ടർ അല്ല, പക്ഷെ എന്താണ്, ആ ഒരു സബ്ജക്റ്റിൽ പ്രത്യേകം റിസർച്ച് ചെയ്തിട്ടുള്ള ഡോക്ടറേറ്റ് എടുത്ത ആളുകളായിരിക്കും. മനസ്സിലായല്ലോ? ക്ലിയർ ആയില്ലേ? സംശയം ചോദിച്ച ആൾക്കാർ. അപ്പൊ അതാണ് അവിടെ പറയുന്നത് ക്വാളിഫിക്കേഷൻ. ഇനി എന്താണ് റെസ്പോൺസിബിലിറ്റീസ്? അതായത് ഈ ലബോറട്ടറി ഡയറക്ടറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് പറയുന്നത്? കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ് അല്ലെ. നമുക്കൊരു കാര്യം മനസ്സിലായി, ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നതും അത്ര കണ്ട് വലുതായിരിക്കും ആണല്ലോ. അപ്പൊ എന്താണ്? കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ്, അതായത് ലാബിലെ എല്ലാ ഓപ്പറേഷൻസിനെയും എല്ലാ ആക്ടിവിറ്റികളെയും കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്നതും ആരായിരിക്കും? ലബോറട്ടറി ഡയറക്ടർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അതാണ്. രണ്ടാമത്തെ എന്താ പറയുന്നത്? ആൻഡ് എൻഷുവേഴ്സ് ദ ക്വാളിറ്റി പേഷ്യന്റ് കെയർ അല്ലെ. വളരെ ഗുണമേന്മയുള്ള ഒരു പേഷ്യന്റ് കെയർ അവർക്ക് ഉറപ്പ് നൽകുന്നു. എന്താണ് ഗുണമേന്മയുള്ള പേഷ്യന്റ് കെയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ്? അവരുടെ സാമ്പിള് കറക്റ്റ് ആയിട്ട് എക്സാമിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നല്ലൊരു റിസൾട്ട് അല്ലെ, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാം. അതിലൂടെ എന്താണ്, ഒരു ക്വാളിറ്റി ഉള്ള ഒരു പേഷ്യന്റ് കെയർ ആണ് അവർ കൊടുക്കുന്നത്. എന്താണ് ശ്രുതി? ആക്യുറേറ്റ് മീൻസ് കൃത്യമായത് കേട്ടോ, കൃത്യതയുള്ള പരിശോധനാ ഫലം കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ്. മൂന്നാമത്തെ എന്താ പറയുന്നത്? എക്സ്പ്ലെയിൻസ് ടെസ്റ്റ് റിസൾട്ട്സ് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ് അല്ലെ. കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ് ആയിട്ട് എന്താണ് ടെസ്റ്റ് റിസൾട്ടുകൾ, അതായത് പരിശോധനാ ഫലങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കറിയാം പാത്തോളജി എന്താന്ന് നമ്മൾ കണ്ടു. എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് അല്ലെ. രോഗത്തെ കുറിച്ചുള്ള പഠനം. അപ്പൊ പാത്തോളജിസ്റ്റ് ആരായിരിക്കും? രോഗത്തെ കുറിച്ച് പഠിക്കുന്ന ആള് അല്ലെ, ഡോക്ടർ ആയിരിക്കും. അപ്പൊ കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റും ആയിട്ട് ഇപ്പൊ എനിക്കൊരു അസുഖം വന്നു, ഞാൻ എന്റെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഞാൻ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ എന്റെ കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റും ആയിട്ട് എന്റെ റിസൾട്ടിനെ കുറിച്ച് ആര് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം? ഈ ലാബിലെ ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. മനസ്സിലായല്ലോ? അതാണ് എക്സ്പ്ലെയിൻസ് ദ ടെസ്റ്റ് റിസൾട്ട്സ് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ്. അപ്പൊ 3 ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ കണ്ടത് അല്ലെ. അപ്പൊ ആരാണ്? ലബോറട്ടറി ഡയറക്ടർ അഥവാ ലാബ് ഡയറക്ടർ.
അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് ശുപാർശ ചെയ്യുന്നെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു PhD ഉള്ള ആളായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ ആണ് ലബോറട്ടറി ഡയറക്ടർക്ക് വേണ്ടത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് പറഞ്ഞത്? എല്ലാവിധ ലാബ് ഓപ്പറേഷൻസിനെയും നിയന്ത്രിക്കുക, കൈകാര്യം ചെയ്യുക. അതോടൊപ്പം തന്നെ വളരെ ഗുണമേന്മയുള്ള ഒരു പേഷ്യന്റ് കെയർ അവർക്ക് ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റുമായിട്ട് പരിശോധനാ ഫലങ്ങൾ വിശദമാക്കി കൊടുക്കുക. ക്ലിയർ ആയല്ലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ലാബിലൊക്കെ പോയവരായിരിക്കും അല്ലെ, ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കും. ഇനി ശ്രദ്ധിക്കാത്തവര് ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ ലാബ് റിപ്പോർട്ട് കിട്ടുമല്ലോ. ലാബ് റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ പ്രിന്റ് ഔട്ടിന്റെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് പേരുടെ സൈനുകൾ കാണാം, സിഗ്നേച്ചേഴ്സ് കാണാം. അതിനകത്ത് MLT-കാരുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇന്നയാളുടെ പേരെന്നൊക്കെ പറഞ്ഞ് കാണാം അല്ലെ. അത് ലബോറട്ടറി ഡയറക്ടറാണ്, അവരുടെ സിഗ്നേച്ചറോട് കൂടിയിട്ടാണ് നമുക്ക് ആ ഒരു റിസൾട്ട് പ്രിന്റ് ഔട്ട് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഒരുപാട് പേരൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അത് മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? അടുത്തതിലേക്ക് പോവാനോ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അടുത്തതാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. എന്താണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഏകദേശം മനസ്സിലാവും. ടെക്നിക്കൽ ആണ് അല്ലെ. അപ്പൊ എന്താണ്? ആ ലാബിനകത്തുള്ള എല്ലാവിധ സാങ്കേതികവും ശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ആളായിരിക്കും. എന്ത്? ടെക്നിക്കൽ സൂപ്പർവൈസർ. പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? ഡോക്ടറൽ ഡിഗ്രി തന്നെയാണ് പറയുന്നത്. ഡോക്ടറൽ ഡിഗ്രി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. MD or PhD, may be masters or bachelor's degree experience with a board certification. അല്ലെങ്കിൽ എന്തോ ആവാം ക്വാളിഫിക്കേഷൻ? മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി. അതായത് ഏതെങ്കിലും ഒരു ലാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കാം, PG എടുക്കാം, അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി, അതായത് ഡിഗ്രി ആയിട്ടുള്ള ഡിഗ്രി കോഴ്സ്. എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ ഈ പറഞ്ഞ മെഡിക്കൽ ലബോറട്ടറി ബോർഡ് സർട്ടിഫൈ ചെയ്യുന്ന എക്സ്പീരിയൻസോട് കൂടിയിട്ടുള്ള അല്ലെ, പ്രവർത്തന പരിചയത്തോട് കൂടിയിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിഗ്രി ആവാം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ഡോക്ടറൽ ഡിഗ്രി ഉള്ളവർക്കും ആ ഒരു ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഈ മുഴുവൻ ക്വാളിഫിക്കേഷൻ അല്ല, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് പറയുന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി ഉണ്ടാവണം, അത് MD ആവാം, PhD ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ടോപ്പിക് മീൻസ് ലാബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫീൽഡിൽ അവര് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ളവരും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും വിത്ത് എക്സ്പീരിയൻസ് കേട്ടോ. അങ്ങനെയുള്ളവരാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ എന്താണ്? പ്രൊവൈഡ്സ് ദ സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദ ലാബ് അല്ലെ. ആ ഒരു ലാബിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള സാങ്കേതികവും ശാസ്ത്രീയവുമായുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ആൾക്കാരാണ് എന്ത്? ജനറൽ സൂപ്പർവൈസർ. ആരാണ്? ജനറൽ സൂപ്പർവൈസർ. ജനറൽ എന്ന് പറയുന്നത് എന്താണ്? പൊതുവായിട്ടുള്ളതാണ് അല്ലെ. എല്ലാവിധ ലാബ് ഓപ്പറേഷൻസിനെയും സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാർക്ക്, എല്ലാവിധം എന്ന് ഉദ്ദേശിച്ചത് ലാബിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെ, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആൾക്കാർ ജനറൽ ആയിട്ടുള്ള സൂപ്പർവൈസർ അല്ലെ. അപ്പൊ ജനറൽ സൂപ്പർവൈസറുടെ ക്വാളിഫിക്കേഷൻ എന്താണ് പറയുന്നത് നോക്കിയേ. May be the same person as the lab director or technical supervisor. നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള് ലാബ് ഡയറക്ടറിന്റെയും ടെക്നിക്കൽ സൂപ്പർവൈസർ, അതേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാകാം. അതാണ് മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ, അതാകാം ക്വാളിഫിക്കേഷൻ. അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഡിപ്പെൻഡിങ് ഓൺ ദ ലാബ് ആൻഡ് എക്സ്പീരിയൻസ് MLS or MT or MLT may qualify. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ലാബും ലാബിലെ പ്രവർത്തന പരിചയത്തിനും ആശ്രയിച്ചിട്ട് MLS or MT. MLS എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്നാണ് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്നും പറയാം. അത് പഠിച്ച ആൾക്കാരെ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നും പറയും. മനസ്സിലായല്ലോ? അത് തന്നെയാണ് MT എന്ന് പറയുന്നത്. മെഡിക്കൽ ടെക്നോളജി എന്ന് പറയുന്നതും MLS മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്ന് പറയുന്നതും സെയിം ആണ് കേട്ടോ. അപ്പൊ ആ ഒരു യോഗ്യതയുള്ളവരാകാം. ഓർ MLT, അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠിച്ചിട്ടുള്ള ആൾ, അല്ലെങ്കിൽ MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് എന്നും പറയാം. അതെ,
ടെക്നീഷ്യൻസ് എന്നും പറയാം. മനസ്സിലായല്ലോ? അപ്പൊ ഈ MLS-ഉം MLT-യും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് MLS അഥവാ MT സെയിം ആണ്. MLT എന്ന് പറയുന്നത് MLS എന്ന് പറയുന്നതും ഒരേ എന്താ പറയാ ലാബിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് രണ്ടു കൂട്ടരും ചെയ്യുന്നത്. ഒരു MLS-കാരൻ ചെയ്യുന്നതും ഒരു MLT-കാരൻ ചെയ്യുന്നത് ലാബിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. പക്ഷെ എന്താണ് MLS എന്ന് പറയുമ്പോൾ MLT-കാരനേക്കാളും കുറച്ചും കൂടെ ഒരു പടി മുന്നിൽ ക്വാളിഫിക്കേഷൻ പ്രൊഫഷണലി ക്വാളിഫൈഡ് കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് MLS എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് MLS എന്ന് പറയുന്നതും ഒരു MLT-കാരൻ എന്ന് പറയുന്നതും രണ്ടുപേരും ചെയ്യുന്നത് ലാബിലെ ഒരേ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയാണ്. ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് രണ്ടുപേരും ചെയ്യുന്നത്. പക്ഷെ MLT-കാരനേക്കാളും ഒരു പടി മുന്നിൽ കുറച്ച് ക്വാളിഫൈഡ് ആണ് ആര് MLS എന്ന് പറയുന്നത്. അതൊരു മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആണ് അല്ലെ. ഇപ്പൊ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അതേ രീതിയിൽ കുറച്ചും കൂടെ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുന്ന ആളുകളായിരിക്കും MLS എന്ന് പറയുന്നത്. MLT ചെയ്യുന്നത് എന്ത് തന്നെയാണ്, MLT-കാരനും ലാബ് ടെസ്റ്റ് തന്നെയാണ്. പക്ഷെ അവരിപ്പോഴും MLS-കാരുടെ ഒരു സൂപ്പർവിഷനിലായിരിക്കും. കാരണം എന്താണ്, MLT-കാരനേക്കാളും ഒരു പടിക്ക് മുന്നിൽ ക്വാളിഫൈഡ് ആണ് ആര് MLS എന്ന് പറയുന്നത്. പക്ഷെ രണ്ടുപേരും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ലാബിനകത്ത് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ പറയുന്നത് MT എന്ന് വെച്ച് കഴിഞ്ഞാല് മെഡിക്കൽ ടെക്നോളജി ട്ടാണ്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിനെയാണ് MT ട്ടാണ്, മെഡിക്കൽ ടെക്നോളജി. അപ്പൊ ആ ഒരു യോഗ്യത അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ആരെന്ന് പറയുന്നത് ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി എന്തായിരിക്കും റെസ്പോൺസിബിലിറ്റീസ്? പ്രൊവൈഡ്സ് ദ സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. അല്ലെ, ജനറൽ ആണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ലാബിൽ നടക്കുന്ന ഡേ ടു ഡേ ഫങ്ഷൻസ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണുണ്ട് MLT. എന്താണ് MLT? ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. MLT എന്താണ്? മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. നമ്മുടെ ലാബുകളിൽ ടെസ്റ്റുകൾ ചെയ്യുന്ന ആരാണ്? ഈ MLT-കാരായിരിക്കും. മനസ്സിലായല്ലോ? മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസ് ആയിരിക്കും. എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത്? അസോസിയേറ്റ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT അല്ലെ. അതായത് അംഗീകൃതമായിട്ടുള്ള MLT ഡിഗ്രി എടുത്തിട്ടുള്ള ആളുകൾ അല്ലെ. അസോസിയേറ്റ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT. അക്രഡിറ്റഡ് മീൻസ് അംഗീകൃതമായിട്ടുള്ള, അതായത് അംഗീകൃതമായിട്ടുള്ള മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ്, ടെക്നീഷ്യൻ കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡിഗ്രി ചെയ്തിട്ടുള്ള ആളുകളാവാം. ഓർ അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലൈസൻഷ്യർ ഓർ സർട്ടിഫിക്കേഷൻ മേ ബി റിക്വയർഡ് ബൈ എംപ്ലോയീസ്. അതല്ലെങ്കിൽ എന്താണ്, MLT-യുടെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളുകളുമാവാം. എന്ന് പറഞ്ഞാല് ഈ MLT കോഴ്സ് ഉണ്ടല്ലോ, ഈ ലാബിലെ ടെസ്റ്റുകൾ ചെയ്യുന്ന ആളുകളാണ്. അതെ ഫാത്തിമ, കറക്റ്റ് ആണ്. DMLT ഡിപ്ലോമ കോഴ്സ് ആണ് കേട്ടോ. അതാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലൈസൻഷ്യർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡിഗ്രി കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. MLT എന്ന് പറഞ്ഞ BSc MLT ഉണ്ട്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ഡിഗ്രി ഉണ്ട്. വിത്ത് സാധാരണ ഡിഗ്രി പോലെ 3 ഇയർ വിത്ത് 6 months എങ്ങാണ്ടും ഇന്റേൺഷിപ്പ് വരുന്നതാണ് ഡിഗ്രി കോഴ്സ്. അതിന്റെ തന്നെ ഇപ്പൊ ഫാത്തിമ പറഞ്ഞ DMLT ഡിപ്ലോമ, ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അത് 3 വർഷമില്ലാന്ന് തോന്നുന്നു, 2 വർഷം കണ്ടേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഡിപ്ലോമ കോഴ്സ് ദാറ്റ് മീൻസ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഉള്ളവരാകാം. അതല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ മേ ബി റിക്വയർഡ് ബൈ ദ എംപ്ലോയേഴ്സ്, അല്ലെങ്കിൽ തൊഴിലുടമകള് അവർ ശുപാർശ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയല്ലോ? MLT എന്ന് പറയുന്നത് MLT കോഴ്സ് പാസ്സായിട്ടുള്ള ആളായിരിക്കണം. ആണോ ഫാത്തിമ? ഓക്കെ, MLT കോഴ്സ് കഴിഞ്ഞ ആളാണ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കൂ, റെസ്പോൺസിബിലിറ്റി അറിയാലോ. എന്തായിരിക്കും റെസ്പോൺസിബിലിറ്റീസ്? പെർഫോംസ് ദ കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MLS ഓർ MT അല്ലെ. എന്താണ് കസ്റ്റമറി മീൻസ്? CUSTOMARY. കസ്റ്റമറി എന്ന് വെച്ചാല് പതിവ് പരിശോധനകളാണ് കേട്ടോ. കസ്റ്റമറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പതിവ് പരിശോധനകളാണ്. അപ്പോൾ ആ ഒരു ലാബിനകത്ത് പതിവ് പരിശോധനകൾ നടത്തുന്നതും ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MLS ഓർ MT, അല്ലെങ്കിൽ ഒരു MLS-ന്റെയോ MT-യുടെ സൂപ്പർവിഷനില് ക്വാളിറ്റി കൺട്രോൾ അല്ലെ, ടെസ്റ്റുകളിലെ ഗുണമേന്മ നിലനിർത്തുക അല്ലെങ്കിൽ ഉറപ്പാക്കുക, അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് ആർക്കുള്ളത്? മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അഥവാ MLT-കാരന് ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. MLS എന്ന് വെച്ച് കഴിഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആണ് കേട്ടോ. MLS മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്ന് പറയാം കേട്ടോ. അടുത്തതാണ്
ഫിലബോട്ടോമിസ്റ്റ്. ആരാണ്? സെലബോട്ടോമിസ്റ്റ് കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം ആണ് TBT. ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് ഫിലബോട്ടോമിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്? ഹൈസ്കൂൾ, ഒരു കോമൺ ഇട്ട് കൊടുത്തത് കേട്ടോ. ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്, അതായത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് എന്താണ് എക്സ്പീരിയൻസ്, പ്രവൃത്തി പരിചയമുള്ള ആളുകളാണ്. ആ ഒരു ക്വാളിഫിക്കേഷൻ ആണ് ആർക്ക് വേണ്ടത്? ഫിലബോട്ടോമിസ്റ്റിന് വേണ്ടത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ നോക്കിയേ? ഗ്യാദേഴ്സ് ദ ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യൻസ് ഫോർ ലാബ് ടെസ്റ്റ്, അല്ലെ? ലാബ് ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന, ശേഖരിക്കുന്ന, ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? ഫിലബോട്ടോമിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇതോടെ നോക്കണം കേട്ടോ. ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന പൊസിഷനാണ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ മനസ്സിലായല്ലോ? ഇതെല്ലാം ക്ലിയർ ആണല്ലോ? ഞാൻ ഇത് ലാസ്റ്റിന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഇതെല്ലാം ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇത് തമ്പിട്ടോളൂ കേട്ടോ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ. അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാല്? അടിസ്ഥാന സൗകര്യങ്ങൾ. എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ? നോക്കൂ, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ ലബോറട്ടറി ചേഞ്ചസ് വിത്ത് ദ നീഡ്സ് ഓഫ് ദ ക്ലിനിക്കൽ റിസർച്ച് ഓർ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ലബോറട്ടറി. ശരിയല്ലേ പറയുന്നത്? അതായത് എന്താണ് ഒരു ക്ലിനിക്കൽ ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്, ലാബിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ആ ലാബിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആ ലാബ് നൽകുന്ന സേവനങ്ങൾക്കനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെ? ഒരു കുഞ്ഞു ലാബാണെന്ന് വെച്ചാൽ അവിടെ അതിന് മാത്രമുള്ള സൗകര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള സേവനങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതേസമയം കുറച്ചും കൂടെ വലിയ ലാബാണെങ്കിലോ അവർക്ക് ഒരുപാട് എന്താ പറയുക, നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നല്ല ഒരുപാട് റിസോഴ്സസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് നല്ല സേവനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത്, ഒരു ലാബിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആ ലാബ് നൽകുന്ന സേവനങ്ങൾക്കനുസരിച്ച് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ എന്താണ് പറയുന്നത്? But the basic needs should meet the regulatory and international standards. അതേസമയം ഒരു ലാബിന്റെ ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ബേസിക് ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം? റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചായിരിക്കണം. റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിന് അനുസരിച്ചുള്ള ലാബുകൾക്ക് മാത്രമേ ലൈസൻസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തിനാണ് റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൊടുക്കുന്നത്? എന്തിനാണ്? അതായത് ഒരു ലാബാണ് അല്ലെ, ഒരുപാട് സാമ്പിളുകളും മറ്റും ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ടെസ്റ്റിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ ലാബിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക, അവര് എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചായിരിക്കണം. ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ലാബിന് ലൈസൻസ് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? Infrastructure of a laboratory directly affects the quality of research data, efficiency and the safety of laboratory workers. എന്താണ് പറയുന്നത്? ഒരു ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ നേരിട്ട് ബാധിക്കും, എന്തിനൊക്കെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന പറയുന്നത്? ഒന്ന് ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ, അല്ലെ? അവര് തരുന്ന ആ ഡാറ്റയുടെ ക്വാളിറ്റി, അല്ലെ? അതിനെ ആശ്രയിക്കില്ലേ? ഞാൻ പറഞ്ഞല്ലോ, നല്ല റിസോഴ്സസ് ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും, അല്ലെ? പറയും കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അതുപോലെ എഫിഷ്യൻസി, അല്ലെ? അവരുടെ ആ ഒരു നല്ലൊരു എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യും. ആൻഡ് സേഫ്റ്റി ഓഫ് ലബോറട്ടറി വർക്കേഴ്സ്, അതോടൊപ്പം തന്നെ ആ ലാബിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫുകളിനെയും അല്ലെ അവരുടെ സേഫ്റ്റിനെയും അത് ഡയറക്റ്റ്ലി ബാധിക്കും. ശരിയല്ലേ? ഒരു ലബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ആ ലാബ് നൽകുന്ന ആ ഒരു പരിശോധനാ ഫലത്തിന്റെ അതിന്റെ ക്വാളിറ്റിനെയും ആ ഒരു ലാബിന്റെ എഫിഷ്യൻസിനെയും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സേഫ്റ്റിനെയും ഡയറക്റ്റ് ആയിട്ട് തന്നെ എഫക്ട് ചെയ്യും, അല്ലെ? നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നല്ല സൗകര്യങ്ങളിൽ ആണ് ഒരു ലാബെങ്കിൽ അതിനനുസരിച്ച് നല്ല പ്രോപ്പർ വർക്കിംഗ് ആയിരിക്കും ആ ലാബ് എന്ന് പറയുന്നത്. സൗകര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള എഫിഷ്യൻസി കുറയുന്നതായിരിക്കും. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെന്താണ്? ദ മാനേജ്മെന്റ് ഓഫ് ദ ലബോറട്ടറി ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിംഗ് ദ സഫിഷ്യന്റ് റിസോഴ്സസ് ടു സ്റ്റാഫ് ടു ഗ്യാരണ്ടി ദ എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് എ ലബോറട്ടറി. എന്താണ് പറയുന്നത്? അതായത് ഒരു ലബോറട്ടറിയുടെ നല്ലൊരു പ്രവർത്തനക്ഷമമാവണമെങ്കിൽ ലബോറട്ടറിയുടെ നല്ലൊരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ലബോറട്ടറി മാനേജ്മെന്റ് മതിയായിട്ടുള്ള വിഭവങ്ങൾ ആർക്ക് കൊടുത്തിരിക്കണം? അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം.
അല്ലെ? നല്ല സ്റ്റാഫുകൾക്ക് നല്ലൊരു റിസോഴ്സസ് അല്ലെങ്കിൽ ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് അവർക്ക് അതിനനുസരിച്ച് നല്ല രീതിയിൽ ആ ലാബ് തന്നെ വർക്കാവുള്ളൂ. അതാണ് പറയുന്നത്. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ദ മാനേജ്മെന്റ് ഓഫ് ദ ലബോറട്ടറി. ലബോറട്ടറി മാനേജ്മെന്റ് ഉറപ്പാക്കേണ്ടതാണ്. ഒരു ലാബിന്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എന്താണ് നല്ല വിഭവങ്ങൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ലഭ്യമാക്കിയിരിക്കുക. ക്ലിയർ ആണല്ലോ? ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിലവിൽ ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് 89 പേരുള്ളൂ കേട്ടോ. എണ്ണം കുറഞ്ഞു വരികയാണല്ലോ. എന്ത് പറ്റി? ഇപ്പൊ ഒരു 117 ഒക്കെ വരാറുണ്ടല്ലോ. കൂടുതൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി അല്ലേ? അപ്പൊ കാണാത്തവര് മറ്റേ റെക്കോർഡഡ് ക്ലാസ് പോയി കാണണോ കേട്ടോ. അടുത്തതാണ് എന്ത്? ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. ഇതാണ് പറയുന്നത്. ഒരു നല്ല ലബോറട്ടറി താഴെ പറയുന്നത് എക്സാമിൻ ചെയ്യുന്നു. പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു നല്ല ലബോറട്ടറിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? ഒരു നല്ല ലബോറട്ടറി, ഇപ്പൊ നമ്മൾ ഹൈറാർക്കി കണ്ടു, ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു നല്ല ലബോറട്ടറിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. സൈനേജ് അല്ലെ? സൈനേജ് എന്താണ് പറയുന്നത്? ദ സൈനേജ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. എന്താണ് സൈനേജ് എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? സൈനേജ് ബോർഡുകൾ അല്ലെ? ചിത്രങ്ങളാവാം, പ്രതീകങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടയാളങ്ങളാവാം അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള സൈനേജ്, ചിത്രങ്ങളും അടയാളങ്ങളും ഉണ്ടായിരിക്കണം. എന്താണ് പറയുന്നത്? സൈനേജ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. അതായത് ഇത്തരത്തിലുള്ള സൈനേജ് ബോർഡുകൾ എവിടെ ഉണ്ടായിരിക്കണം? ഈ പറഞ്ഞ ലാബിന്റെ അകത്തും അതുപോലെ തന്നെ പുറത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ലാബിന്റെ അകത്തും വേണം, പുറത്തും വേണം. എന്ത്? സൈനേജസ് വേണം. അതായത് ചിത്രങ്ങള്, അടയാളങ്ങള്, അതെല്ലാം ഉണ്ടായിരിക്കണം. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഈ സൈനേജ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? സൈനേജ് ബോർഡ്, അതിനകത്ത് എന്തെല്ലാം ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? നെയിം വേണം, അതായത് ആ ഒരു ലാബിന്റെ പേര് അല്ലെ? നെയിം വേണം. പിന്നെന്താണ്? രജിസ്ട്രേഷൻ നമ്പർ, സർവീസസ് ഓഫേർഡ്, വർക്കിംഗ് അവേഴ്സ്, കോണ്ടാക്ട് നമ്പർ, ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസസ്. എന്താണ് വേണ്ടത്? ആ ഒരു സൈനേജ് ബോർഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ആ ലാബിന്റെ പേരുണ്ടായിരിക്കണം അല്ലെ? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എക്സ്റേ ലാബ് ഇങ്ങനെ തിരിച്ചറിയുന്നത് എക്സ്റേ ലാബ് എന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി ഒരു മറ്റേ എന്താ പറയുക കാർഡിയാക് വിഭാഗമാണെങ്കിൽ അവിടെ കാത്ത് ലാബ് എന്ന് എഴുതി വെക്കും അല്ലെ? അപ്പൊ ആ ലാബിന്റെ പേരുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പേര് അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെന്താണ്? രജിസ്ട്രേഷൻ നമ്പർ അല്ലെ? അതായത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ID നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്? സർവീസസ് ഓഫേർഡ്, എന്തൊക്കെ സേവനങ്ങളാണ് അവർ ഓഫർ ചെയ്യുന്നത്? നമ്മളിപ്പോ ലാബിലേക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല, അതിന്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ബോർഡ് ഉണ്ടാവും. അതിനകത്ത് അവർ ചെയ്യുന്ന, അവർ ഓഫർ ചെയ്യുന്ന സേവനങ്ങൾ, അതിന്റെ പരിശോധനകൾ എന്തൊക്കെയാണ്, അതിന് എത്ര ഫീസുകൾ, അതിന് എത്ര പേയ്മെന്റ്സ് പൈസ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. സർവീസസ് ഓഫേർഡ്, എന്തൊക്കെ സേവനങ്ങൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ വർക്കിംഗ് അവേഴ്സ് അല്ലെ? പ്രവർത്തന സമയം. നമ്മളിപ്പോ സാമ്പിൾ കൊടുത്ത് അവിടെ നിൽക്കില്ല അല്ലെ? റിസൾട്ട് കിട്ടുന്നവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമ്മൾ തിരിച്ചു പോകും. അപ്പൊ നമുക്ക് പ്രവർത്തന സമയം അറിയണം അല്ലെ? അപ്പൊ വർക്കിംഗ് അവേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? കോണ്ടാക്ട് നമ്പർ അല്ലെ? ലാബിനെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ അതിന് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസസ്, വിവിധ പരിശോധനകൾക്ക് അല്ലെങ്കിൽ സേവനങ്ങൾക്ക് അവർ ഈടാക്കുന്ന ഫീസും അവിടെ രേഖപ്പെടുത്തിയിരിക്കണം. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഇപ്പൊ സൈനേജ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു ലാബിന്റെ അകത്തും പുറത്തും സൈനേജ് ബോർഡുകൾ പ്രദർശിപ്പിച്ചിരിക്കണം. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ലാബിന്റെ പേര് വേണം, രജിസ്ട്രേഷൻ നമ്പർ വേണം, എന്തെല്ലാം സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ ഉണ്ടാക്കുന്ന പൈസ, ഫീസ് എത്രയാണ്, അവരുടെ പ്രവർത്തന സമയം, അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, ഇത്തരം കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇതൊക്കെ നമുക്ക് വായിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. ഒന്നാമത്തെ എന്താണ്? നെക്സ്റ്റ് വരുന്നത് എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്, യൂസ് സേഫ്റ്റി സൈനേജ് ആസ് ആപ്ലിക്കബിൾ. ഏകദേശം ഇപ്പൊ പറഞ്ഞിട്ട് ആരൊക്കെ തന്നെ മനസ്സിലായല്ലോ? അത്യാവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതായത് യൂസ് സേഫ്റ്റി സൈനേജ് വേണ്ടേ? ഒരു ലാബിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം വേണ്ട ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷാ നിയന്ത്രണങ്ങളൊക്കെ ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം.
യൂസ് സേഫ്റ്റി സൈനേജസ് അപ്ലിക്കബിൾ അല്ലെ, ആവശ്യമാകുന്ന സ്ഥലത്തൊക്കെ സേഫ്റ്റി സൈനേജസ് അല്ലെ കൊടുത്തിരിക്കണം, വാർണിംഗ് സൈനുകൾ കൊടുത്തേക്കണം. ഈ ഒരു ചാപ്റ്ററിനടുത്ത് തന്നെ നിങ്ങൾക്ക് വാർണിംഗ് സൈൻസ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള സൈനേജുകൾ ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കും. നമ്മളിപ്പോ ഒരു നല്ല ലാബിന് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു അല്ലെ, സൈനേജ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് അത്യാവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, എമർജൻസി പ്ലാൻസ് അല്ലെ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡൻസ് എക്സെട്ര ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്. എന്താ പറയുന്നത്, എമർജൻസി പ്ലാൻസ് വേണം അല്ലെ. എന്തൊക്കെ എന്താ പറയുന്നത്, ഇപ്പൊ നോക്കിയ ഫയർ, കെമിക്കൽ സ്പില്ലേജ്, അതായത് ഇപ്പൊ രാസചോർച്ചകൾ ഉണ്ടാവാം, അതുപോലെ ലാബ് ആക്സിഡൻസ് ഉണ്ടാവാം. ലാബ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ഗ്ലാസ് വേസ് ബ്രേക്ക് ആവാം, താഴെ വീണ് പൊട്ടുക, അതിന് നല്ല ഇഞ്ചുറി അവിടുത്തെ സ്റ്റാഫുകൾക്ക് വരെ, ഇതൊക്കെ ലാബ് ആക്സിഡൻസ് ആണ് അല്ല. അതുപോലെ തന്നെ തീപിടുത്തം വരെ, അതൊക്കെ ലാബിൽ നിന്ന് മാത്രമല്ല എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എമർജൻസി പ്ലാൻസ് മുൻകൂട്ടി തന്നെ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. പെട്ടെന്ന് തന്നെ എന്താ പറയാ ഫയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പുകൾ, പ്ലാനുകൾ ഉണ്ടായിരിക്കണം. ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്, ഇതൊക്കെ തന്നെ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഫയറോ കെമിക്കൽ സ്പില്ലേജോ ലാബ് ആക്സിഡൻസോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയാ റിക്കവർ ചെയ്യാനുള്ള ആക്ഷൻസുകൾ, അല്ലെങ്കിൽ അവർക്ക് അലാം കൊടുക്കാനുള്ള കാര്യങ്ങൾ അല്ലെ, അവരെ അറിയിക്കാനുള്ള കാര്യങ്ങൾ, അതെല്ലാം തന്നെ മുൻകൂട്ടി തന്നെ ഒരു നല്ല ലാബിന് ഉണ്ടായിരിക്കും. സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, കോൺസ്റ്റന്റ് പവർ സപ്ലൈ അല്ലെ, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു വൈദ്യുതി വിതരണം ഉണ്ടായിരിക്കണം. വേണ്ടേ കാര്യം, ഒരു ലാബിനകത്ത് ഒരുപാട് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യും. വളരെ മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങളിലാണ്, സാമ്പിളുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് വേണം, വൈദ്യുതി വിതരണം ഉണ്ടായിരിക്കണം അല്ലെ. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കില്ല, പല മെഷീൻസ് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കോൺസ്റ്റന്റ് പവർ സപ്ലൈ ഇസ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, വെന്റിലേഷൻ, എൻവിയോൺമെന്റ് കൺട്രോൾ. എൻവിയോൺമെന്റ് കൺട്രോൾ, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങളൊക്കെയാണ്. നമ്മുടെ വയനാടൊക്കെ ഉണ്ടായില്ല, അതൊക്കെ ഒരു ഡിസാസ്റ്റേഴ്സ് ആണ്, മനസ്സിലായോ. പിന്നെന്താണ്, വെന്റിലേഷൻ, പിന്നെന്താണ് എൻവിയോൺമെന്റ് കൺട്രോൾ. എൻവിയോൺമെന്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി എക്സെട്ര ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. എന്തൊക്കെ വേണം, വെന്റിലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നല്ലൊരു വായു പ്രവാഹം ഉണ്ടായിരിക്കണം ലാബിനകത്ത്. പിന്നെന്താണ് എൻവിയോൺമെന്റ് കൺട്രോൾ അല്ലെ, ആ ഒരു ലാബിനകത്ത് അറ്റ്മോസ്ഫിയർ, ആ എൻവിയോൺമെന്റ് ഒരു നിയന്ത്രിതമായ രീതിയിലായിരിക്കണം. ബ്രാക്കറ്റിൽ അവർ പറയുന്നുണ്ട് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി അല്ലെ. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഈർപ്പം, അതൊക്കെ ഒരു നിയന്ത്രണ വിധേയമായിരിക്കണം. കാര്യം നമ്മൾ എടുക്കുന്ന സാമ്പിളുകളാണ്, അതിപ്പോ ടെമ്പറേച്ചറിൽ വല്ല വേരിയേഷൻ വരാം, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഈർപ്പത്തിൽ വല്ല ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ റിയാക്ഷൻസ് ഒക്കെ നടക്കും. അപ്പൊ അതിനനുസരിച്ച് ടെസ്റ്റിങ്ങിൽ ചിലപ്പോൾ ചില വേരിയേഷൻസ് ഒക്കെ കാണിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലാബിനകത്ത് എൻവിയോൺമെന്റ് കൺട്രോൾ പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കണം. അതായത് ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ, ഫയർ എക്സിസ്റ്റ് ആണോ എമർജൻസി പ്ലാൻ, ഫയർ മാത്രമല്ല അധികം കെമിക്കൽ സ്പില്ലേജ് വരാം, ഗ്യാസ് ചോർച്ച വരാം, ലാബ് ആക്സിഡൻസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള എന്തെങ്കിലും എന്താ പറയാ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പ്ലാനിങ് മുൻകൂട്ടി തന്നെ ഒരു ലാബിന് ഉണ്ടായിരിക്കണം. ഫയർ മാത്രമല്ല പല പ്രശ്നങ്ങളുണ്ട്, രാസചോർച്ച വരാം അല്ലെ, കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്, ലാബ് ആക്സിഡൻസ് വരാം. ഇങ്ങനെയൊക്കെയുള്ള എന്ത് അപകടങ്ങൾ വന്നാലും അതിനെ റിക്കവർ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഫയർ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലായില്ല, എൻവിയോൺമെന്റ് കൺട്രോൾ എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ സ്പെസിമെൻസിലൊക്കെ നോക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വളരെ സൂക്ഷ്മമായിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നല്ലൊരു ഇലുമിനേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗ്ലെയർ, ഷാഡോ അല്ലെ, ഷാഡോ ഫ്രീ ആയിട്ടുള്ള ലൈറ്റ് ഉണ്ടായിരിക്കണം. അതൊക്കെ പ്രധാനപ്പെട്ടതാണ് ഒരു ലാബിലെ ടെസ്റ്റിംഗ്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു നല്ല ലാബിന് വേണം. എന്തൊക്കെയാ പറഞ്ഞത്, വെന്റിലേഷൻ, എൻവിയോൺമെന്റ് കൺട്രോൾ ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. അടുത്ത പോയിന്റ് നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൻസ് സെന്റേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൻസ് സെന്റേഴ്സ്. എന്താണ് റെഫറൻസ് സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഒരു ലാബ് ലാബ് സജസ്റ്റ് അനദർ ലാബ് ഫോർ ടെസ്റ്റ്. ഒരു ലാബ് വേറൊരു ലാബിലേക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യും ചിലപ്പോ.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തെ ലാബുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ തൈറോയിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സാമ്പിൾ അവർ കളക്ട് ചെയ്യും. എന്നിട്ട് അവർ പറയും ചിലപ്പോൾ 3-4 ദിവസത്തേക്ക് അവർ പറയും 3 ദിവസം കഴിയും റിസൾട്ട് കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് 3 ദിവസം കഴിയുമെന്ന് പറയാൻ കാരണം ചിലപ്പോൾ ടെസ്റ്റുകൾ അവിടെ ആവില്ല ചെയ്യുന്നത്, സാമ്പിള് മാത്രമേ ഇവിടെ കളക്ട് ചെയ്യുന്നുള്ളൂ. ടെസ്റ്റ് ചെയ്യുന്നത് വേറെ ലാബിലായിരിക്കും. മനസ്സിലായല്ലോ? ആ ലാബിലേക്ക് ആ സാമ്പിള് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് ഇങ്ങോട്ടേക്ക് വിടുന്നത്. എന്നിട്ടാണ് ആ റിസൾട്ട് നമുക്ക് തരുന്നത്. ആ ഒരു ഗ്യാപ്പ് ആയിരിക്കും ഒരു 3 ദിവസം 4 ദിവസം ഒക്കെ പറയുന്നത്. എല്ലാ ലാബിലും അല്ല, ചില ലാബുകൾക്ക് അതിനുള്ള സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ സാമ്പിൾ കളക്ട് ചെയ്യും, എന്നിട്ട് വേറെ ഏതെങ്കിലും ലാബിലായിരിക്കും ടെസ്റ്റിംഗ് നടക്കുന്നില്ല. എന്നിട്ട് അവിടെ നിന്ന് റിസൾട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അത് നമുക്ക് തരും. മനസ്സിലായി? അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദുരന്തം, അതെ, കറക്റ്റ് ചിഞ്ചു. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ അത്തരം കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്, ഇത്തരം റെഫറൽ സെന്റേഴ്സ് ആയിട്ട്, അതായത് ഒരു ലാബ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു ലാബിനെ റെഫർ ചെയ്യാം. അപ്പൊ അത്തരം റെഫറൽ സെന്റേഴ്സുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. വേണ്ടേ? ഒരു സാമ്പിൾ വന്നു, ടെസ്റ്റിംഗ് ഇവിടെ നടത്തുന്നില്ല, ടെസ്റ്റ് നടത്തുന്നത് വേറൊരു ലാബിലോട്ടാണ്, അപ്പൊ അങ്ങോട്ട് റെഫർ ചെയ്തു. അവരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രോപ്പർ ആവോ കാര്യങ്ങൾ? ഇല്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? പിന്നെ എന്താ പറയുന്നത്? അടുത്ത പോയിന്റ്, ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഓർ സാമ്പിൾസ് ടു റെഫറൽ സെന്റേഴ്സ്, അല്ലെ? അപ്പൊ ഇത്തരം റെഫറൽ സെന്റേഴ്സിലേക്ക് സ്പെസിമെൻസ് അഥവാ സാമ്പിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ സാമ്പിൾസ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യും, അത് മറ്റൊരു ലാബിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ്, ചിലപ്പോ ഒരു വാഹന സൗകര്യം വേണം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പൊ ചില സാമ്പിൾസ് കളക്ട് ചെയ്യുന്നത് അത് കളക്ട് ചെയ്യാനായിട്ട് വല്ല ആളുകളായിരിക്കാം ചിലപ്പോൾ വരുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള എങ്ങനെയായാലും അത് വാഹനം ആയിക്കോട്ടെ ആളുകളായിക്കോട്ടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കാം. മനസ്സിലായല്ലോ? പിന്നെന്താ പറയുന്നത്? ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടോപ്സ്, biohazards and lasers should be correctly marked with the proper warning signs. നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ? ഇപ്പൊ ലാബ് ഏരിയകളിൽ ചിലപ്പോ കാർസിനോജൻസ് ഉണ്ടാവാം. എന്താണ് കാർസിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ദ ഏജൻസ് ദാറ്റ് പ്രൊമോട്ട് ക്യാൻസർ ആണ് കേട്ടോ. ദ ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിങ് ക്യാൻസർ, അതെ കറക്റ്റ് ആണ്. ക്യാൻസർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ്, അത്തരം ഏജന്റുകളെയാണ് നമ്മൾ കാർസിനോജൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിങ് ക്യാൻസർ, ക്യാൻസറിന് കാരണമാകുന്ന ഏജന്റുകളെയാണ് നമ്മൾ കാർസിനോജൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം ലാബിനകത്ത് കാർസിനോജൻസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ റേഡിയോ ഐസോട്ടോപ്സുകൾ ഉണ്ടായിരിക്കാം, ബയോഹസാർഡ്സ്, അതായത് ജൈവപരമായിട്ടുള്ള എന്താ പറയുക വിഷയങ്ങൾ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മൾ സ്പെസിമെൻസ് ആണ് കളക്ട് ചെയ്യുന്നത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. പല രോഗികളുടെ സ്പെസിമെൻസ് ആണ്, അപ്പൊ പല രോഗാവസ്ഥയിലുള്ള സ്പെസിമെൻസുകൾ ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അല്ലെ, ലാബിനകത്തേക്ക് വരുന്നത്. അപ്പൊ അതിൽ നിന്നും മറ്റു പല അസുഖങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്, ഒത്തിരി റിസ്കുകളുണ്ട് അല്ലെ. അസുഖങ്ങളുള്ള സ്പെസിമെൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക, സാമ്പിളുകളായിരിക്കും. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെയൊക്കെയാണ് ബയോ ഹസാർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ലേസേഴ്സ്, തീവ്രപ്രകാശങ്ങൾ ഉള്ള സ്ഥലങ്ങൾ, അതൊക്കെ ഉണ്ടാവാം ലാബ് ഏരിയയിൽ. അപ്പൊ അതൊക്കെ തന്നെ ഷുഡ് ബി കറക്റ്റ്ലി മാർക്ക്ഡ് വിത്ത് പ്രോപ്പർ വാർണിംഗ് സൈൻ, ശരിയായിട്ടുള്ള വാർണിംഗ് സൈനോട് കൂടി തന്നെ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ രേഖപ്പെടുത്തുന്നത്. അതിനനുസരിച്ചുള്ള പ്രിക്കോഷനോട് കൂടിയിട്ട് വേണം അങ്ങോട്ടേക്ക് പ്രവേശിക്കാനായിട്ട്. എന്താണ് റസിയ ഒന്നുകൂടി പറയുന്നത് അല്ലെ? ഒന്നുകൂടെ പറയാലോ. ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ ദ കാർസിനോജൻസ്. കാർസിനോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാൻസറിന് കാരണമാകുന്ന ഏജന്റുകൾ കേട്ടോ, അതിനെയാണ് നമ്മൾ കാർസിനോജൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ റേഡിയോ ഐസോട്ടോപ്സ്, ബയോ ഹസാർഡ്സ് ആൻഡ് ലേസേഴ്സ്. നമ്മുടെ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള സ്പെസിമെൻസ് ആണല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് അതുപോലെ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പല റിയേജൻസ് ഉണ്ടോ, അതിനൊക്കെ പലതും കാർസിനോജൻസ് ആയിരിക്കാം. അതുപോലെ തന്നെ റേഡിയോ ഐസോട്ടോപ്സ് ആയിരിക്കാം, വളരെ പവർഫുൾ ആയിട്ടുള്ള റേഡിയോ ഐസോട്ടോപ്സ് യൂസ് ചെയ്യാം. ബയോ ഹസാർഡ്സ്, നമ്മൾ വരുന്ന സ്പെസിമെൻസിൽ തന്നെ വേസ്റ്റുകളും കാര്യങ്ങളും വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എന്താ പറയാ ലാബില് വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള റൂമുകൾ, അങ്ങനെയുള്ള ഏരിയയാണ്
ഏരിയകളെയൊക്കെ കൃത്യമായിട്ട് വാർണിംഗ് സൈനോട് കൂടി തന്നെ രേഖപ്പെടുത്തി വെക്കണം. മനസ്സിലായോ? ഇന്ന സ്ഥലം കാർസിനോജൻ ഏരിയയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷനോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പ്രവേശിക്കണം. റേഡിയോ ഐസോട്ടോപ്സ് യൂസ് ചെയ്യുന്ന ഒരു ലാബ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സൈൻ കൊടുക്കണം, അല്ലെ? റേഡിയോ ഐസോട്ടോപ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രിക്കോഷനോട് കൂടിയിട്ട് വേണം നമ്മൾ ആ റൂമിലോട്ട് പ്രവേശിക്കാൻ. അപ്പൊ അതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു വാർണിംഗ് സൈനുകൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. Lab areas that contain carcinogens, radioisotopes, biohazards, and lasers should be correctly marked with the proper warning signs. വാർണിംഗ് സൈനോട് കൂടി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നെ അടുത്തത് എന്താണ്? To issue cross contamination, the basic infrastructure facilities should have separated designated areas for reception, for specimen collection, for waiting, for work area, disposal area, cleaning of glasswares, toilet facilities for staff and for patients. എന്താണ് പറയുന്നത്? അത് രണ്ട് വേർഡുകൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്ന് ടു ഇഷ്യൂ എന്ന് പറഞ്ഞാല് ഒഴിവാക്കുക എന്നാണ് അർത്ഥം കേട്ടോ. അറിയാത്തവർ എഴുതി വെക്കണം കേട്ടോ. മീനിങ് അറിയാത്തവർ എഴുതി വെക്കണം. ESCHEW ഇഷ്യൂ കേട്ടോ. ഇഷ്യൂ എന്നാണ് പ്രൊനൗൺസിയേഷൻ. അതിന്റെ അർത്ഥം ഒഴിവാക്കുക എന്നാണ് കേട്ടോ. ഒഴിവാക്കുക. പിന്നെ അടുത്ത വേർഡ് എന്താണ്? ക്രോസ് കണ്ടാമിനേഷൻ. ഞാൻ പറയാൻ കാരണം ഇത്തരം വാക്കുകൾ പിന്നീടുള്ള പല ചാപ്റ്റേഴ്സിൽ വരും കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോ എന്താണ് ഏതാണ് എന്ന് തോന്നരുത്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് അഥവാ സൂക്ഷ്മ രോഗാണുക്കളുടെ വ്യാപനമാണ് ഉദ്ദേശിക്കുന്നത്. സൂക്ഷ്മ രോഗാണുക്കളുടെ വ്യാപനം അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഒന്ന് ചേർത്ത് വായിച്ചേ. ടു എഷ്യൂ ദ ക്രോസ് കണ്ടാമിനേഷൻ, അല്ലെ? എന്താണ് ഈ പറഞ്ഞ സൂക്ഷ്മ രോഗാണുക്കളുടെ വ്യാപനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? എഷ്യൂ മീൻസ് ഒഴിവാക്കുക. ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? The basic infrastructure facilities should have separated the designated areas. അല്ലെ? അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ആ ലാബിനകത്തുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ എന്താണ്? സെപ്പറേറ്റഡ് ആയിരിക്കണം, അല്ലെ? ഓരോ കാര്യങ്ങൾക്കും സെപ്പറേറ്റഡ്. ഇപ്പൊ സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് സ്പെസിഫിക് ഏരിയ, അതുപോലെ തന്നെ ടെസ്റ്റിങ്ങിനായിട്ടുള്ള ഒരു സ്പെസിഫിക് ഏരിയ, എല്ലാം എന്താണ് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് തന്നെയാണോ വർക്ക് നടക്കുന്നത് ലാബിനകത്ത്? അല്ല, അല്ലെ? സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മള് സാമ്പിൾ കൊടുക്കാൻ പോകുന്ന ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും, അല്ലെ? വരുന്ന പേഷ്യൻസിന് ഇരിക്കാനുള്ള ഒരു ഏരിയ അവിടെ ഉണ്ടായിരിക്കും. ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ആണ്, വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഏരിയ ഉണ്ടാവും. ഇനി സാമ്പിൾ കളക്ട് ചെയ്യാനാണെങ്കിൽ അതിന് വേറൊരു സ്പെഷ്യൽ ഏരിയ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ കാര്യങ്ങൾക്കും, അല്ലെ? ഓരോ കാര്യങ്ങൾക്കും ഓരോ ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ടായിരിക്കും. ക്രോസ് കണ്ടാമിനേഷൻ ഒന്നും കൂടി പറയുമോ ഫാത്തിമ? ക്രോസ് കണ്ടാമിനേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, അതായത് സൂക്ഷ്മ രോഗാണുക്കളുടെ വ്യാപനമാണ്. ലാബിനകത്ത് രോഗാണുക്കൾ വ്യാപിക്കാനുള്ള സാധ്യതയില്ലേ? ഇല്ലേ? ഒരുപാട് പേരുടെ സാമ്പിളുകളും മറ്റും വരുന്നതല്ലേ? അപ്പൊ അവിടെ പല രോഗാണുക്കളുടെ വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ലാബിനകത്തുള്ള എല്ലാ ഫെസിലിറ്റീസും എങ്ങനെയായിരിക്കണം? സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കണം. ദൈവം പറയുന്നു that should have separated designated areas. ഓരോന്നിനും ഓരോ ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഉണ്ടായിരിക്കണം. എന്തിനൊക്കെയാണ്? ഫോർ റിസപ്ഷൻ, അല്ലെ? ഇപ്പോ വരുന്ന പേഷ്യൻസിന് സ്വീകരിക്കാനുള്ള ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ടായിരിക്കണം. അതുപോലെ ഫോർ സ്പെസിമെൻ കളക്ഷൻ, അല്ലെ? സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഏരിയ വേണം. ഫോർ വെയിറ്റിംഗ്, അല്ലെ? റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അവർക്കൊരു സ്പെഷ്യൽ ഏരിയ വേണം. വർക്ക് ഏരിയ, അല്ലെ? ലാബ് ടെസ്റ്റിംഗിന് വേണ്ട വർക്ക് ഏരിയ. പിന്നെ ഡിസ്പോസൽ ഏരിയ, അല്ലെ? വേസ്റ്റ് വരും. ഇതൊക്കെ സാമ്പിളൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ഡിസ്പോസ് ചെയ്യേണ്ട കാര്യം, സിറിഞ്ച് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. അവർ യൂസ് ചെയ്യുന്ന പഞ്ഞി ടിഷ്യൂസ് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. അതിനെല്ലാത്തിനും വേണ്ടി ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ വേണം. അതുപോലെ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, പിന്നെന്താണ്? ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഫോർ സ്റ്റാഫ് ആൻഡ് ഫോർ പേഷ്യൻസ്, അല്ലെ? രോഗികൾക്കും ആയിക്കോട്ടെ അവിടെയുള്ള സ്റ്റാഫുകൾക്കും ആയിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം സെപ്പറേറ്റ് വേണം, അല്ലെ? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മീൻസ് ടോയ്ലറ്റ് അവിടേക്ക് പോകുമ്പോൾ നമുക്ക് സ്റ്റാഫ് ഓൺലി എന്ന് പറഞ്ഞ് പ്രത്യേകം എഴുതിയിരിക്കുന്ന ഒരു കാണാം, അല്ലെ? അതുപോലെ മറ്റുള്ള പേഷ്യൻസിന് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഒരുമിച്ചാല് സ്റ്റാഫ് ഓൺലി എന്ന് പറഞ്ഞിട്ട് ചിലരവിടുത്തെ പ്രത്യേകം എഴുതി വെക്കും. അവിടുത്തെ സ്റ്റാഫുകൾക്ക് മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. പിന്നെ പേഷ്യൻസിന് വേറെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരു ലാബിനകത്ത് രോഗാണുക്കളുടെ സൂക്ഷ്മ രോഗാണുക്കളുടെ വ്യാപനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്
അവിടെയുള്ള സേവനങ്ങൾ തന്നെ അവിടെയുള്ള സൗകര്യങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു സെപ്പറേറ്റഡ് ആയിരിക്കണം. ഓരോ കാര്യങ്ങൾക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഒരു നല്ല ലാബിന് കൊടുത്തിരിക്കാം. നമ്മളൊരു നല്ല ലാബിന് വേണ്ട ക്വാളിറ്റീസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് വരുന്നത് ലാസ്റ്റ് പോയിന്റ് ഇതാണ്. സ്പെസിമെൻ അതുപോലെ തന്നെ സാമ്പിൾ ഓർ സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ് wherever applicable. എന്താണ് പറയുന്നത്? സ്പെസിമെൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സാമ്പിൾസുകളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം ലാബിനകത്ത്, വേണ്ടേ? ഒരുപാട് രോഗികളുടെ സാമ്പിൾസ് വരുന്നതാണ്. ഇതെല്ലാം തന്നെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, ഇൻക്ലൂഡിങ് കോൾഡ് സ്റ്റോറേജ്. എന്താണ് കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ? അത് ലാബിനകത്ത് തന്നെയുള്ള പ്രത്യേക ഒരു ഫെസിലിറ്റിയാണ് കോൾഡ് സ്റ്റോറേജ്. അവിടെ റെഫ്രിജറേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഫ്രീസേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ചില സാമ്പിളുകൾ, ഇപ്പൊ യൂറിൻ ആയിക്കോട്ടെ, സെറം പോലെയുള്ള സാമ്പിളുകളൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് എന്തിനു വേണ്ടി എടുക്കണം? ടെസ്റ്റിങ്ങിന് എടുക്കണം. ഇപ്പൊ ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ, ഒരു താമസം വരികയാണെങ്കിൽ അത് ഫ്രോസൺ ആക്കിയിട്ട് സൂക്ഷിച്ചു വെക്കണം. മനസ്സിലായല്ലോ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ചില ലാബുകളിൽ ചില ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റില്ല, വേറെ ലാബിലേക്കായിരിക്കും, റെഫറൻസ് സെന്റേഴ്സിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ചില സാമ്പിളുകൾ ഇത്ര ദിവസം അവിടെ സൂക്ഷിക്കാൻ പറ്റില്ല, അപ്പൊ ഒരു കോൾഡ് സ്റ്റോറേജ് ആയിട്ട് മീൻസ് ഫ്രോസൺ ആയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട അവസ്ഥകൾ വരും ചിലതൊക്കെ. എല്ലാ സാമ്പിളുകളല്ല, ചില സാമ്പിളുകളൊക്കെ. അപ്പൊ അതിനുള്ള കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസും ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബിനകത്ത് തന്നെയുള്ള ഒരു റൂമാണ്. അവിടുത്തെ റെഫ്രിജറേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഫ്രീസേഴ്സ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസും വേണം. സാധാരണ സ്പെസിമെൻസ് എല്ലാം കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. അതല്ലാണ്ട് ചില സ്പെസിമെൻസ് നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ചില സ്പെസിമെൻസ് ഉണ്ട്. അപ്പൊ അതിലും ഉള്ള കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. wherever applicable. മാം ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതിയോ, അല്ലെങ്കിൽ നോട്ടാക്കണം? എന്തിനാ മോളെ നോട്ടാക്കുന്നത് നിഷ്മ? ഇത് ഓൾറെഡി നോട്ടായിട്ട് തന്നിട്ടുണ്ടല്ലോ. എന്തിനാ സ്പെഷ്യൽ നോട്ടാക്കണ? കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ ഇത് വീണ്ടും എന്തിനാ മോളെ നോട്ടാക്കുന്നത്? ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഷോർട്ട് നോട്ടായിട്ടാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഞാനിത് പറയുന്നത് എന്താ പറഞ്ഞ വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. അതിനൊന്നും വേണ്ടി കൂടുതൽ സമയമൊന്നും എടുക്കണ്ട. ഓൺലി ഓതറൈസ്ഡ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് അല്ല എക്സാം. അതായത് വാട്ട് ഈസ് എന്നത് അങ്ങനെയൊന്നും ചോദിക്കില്ല. ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാനൊന്നുമില്ല. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഒരു ക്വസ്റ്റ്യൻ തരുന്നു, അതിന്റെ കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതല്ലേ വേണ്ടു. കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിനെ കുറിച്ച് ഉപന്യസിക്കാനോ എസ്സേ എഴുതാനൊന്നും നിങ്ങൾക്ക് വരില്ല കേട്ടാ. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് നല്ല വൃത്തിക്ക് മനസ്സിലാക്കി വെക്കും കേട്ടാ. ഓക്കെ, ഓൺലി ഓക്കെ അല്ലേ നിഷ്മ? അപ്പൊ പിന്നെ എന്താണ് പറയുന്നത്? ഓൺലി ഓതറൈസ്ഡ് പേഴ്സണൽ ഷുഡ് ഹാവ് ആക്സസ് ടു എക്സാമിനേഷൻ ഏരിയ, റെക്കോർഡ് കീപ്പിംഗ് ഏരിയാസ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള സ്റ്റോറേജ് റൂമുകളിലേക്ക് അല്ലെങ്കിൽ അത്തരം ഏരിയകളിലേക്ക് ഓൺലി ഓതറൈസ്ഡ് പേഴ്സണൽ അല്ലെ, അധികാരപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രമാണ്, ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അവിടെ പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഒന്നും കയറി ചെല്ലാൻ പറ്റിയ സ്ഥലമല്ല. മനസ്സിലായല്ലോ? അപ്പൊ എന്താ പറയുന്നത്? സ്പെസിമെൻ ഓർ സാമ്പിൾ ഓർ സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി. ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ അജു, ഇംഗ്ലീഷ് ആയിരിക്കും. മലയാളമല്ലോ, ഇംഗ്ലീഷ് ആണ് കേട്ടോ. സ്പെസിമെൻ ഓർ സാമ്പിൾ ഓർ സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഇൻക്ലൂഡിംഗ് cold storage wherever applicable. അല്ലേ? Only authorized person should have the access to examination area, record keeping areas. റെക്കോർഡ് കീപ്പിംഗ് ഏരിയാസിലേക്കും എക്സാമിനേഷൻ ഏരിയയിലേക്കൊക്കെ എന്താണ് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന് മാത്രമാണ് പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ ഏകദേശം ഞാൻ എന്താ പറയാ 1 മണിക്കൂർ ആവാറായി. അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത പോർഷൻസ് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. ഈ 5 മിനിറ്റ്സ് കൂടെയല്ലേ ഉള്ളൂ. 12:30 വരെയല്ലേ നമുക്ക് ക്ലാസ് ഉള്ളൂ. അപ്പൊ നമ്മൾ ചെറിയൊരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്നും ആരും ലീവ് ചെയ്ത് പോകരുത്, ദയവ് ചെയ്ത് കേൾക്കുക കേട്ടോ. ക്ലാസ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവരൊന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഹൈറാർക്കി പറഞ്ഞു അല്ലെ, അധികാര ശ്രേണി എന്താണെന്ന് പറഞ്ഞു. അപ്പോ ആദ്യം നമ്മൾ കണ്ടത് ലാബ് ഡയറക്ടറാണ് കേട്ടോ, ലബോറട്ടറി ഡയറക്ടറാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഏറ്റവും ഉയർന്ന പൊസിഷനാണ് കേട്ടോ, ലബോറട്ടറി ഡയറക്ടർ അഥവാ ലാബ് ഡയറക്ടർ എന്ന് പറഞ്ഞത്.
അപ്പൊ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താ പറഞ്ഞത്? ഡോക്ടറൽ ഓർ PhD ആണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ പറയുന്നത്? വലിയ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ആ ലാബിൽ നടക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളെയും എല്ലാ ഓപ്പറേഷൻസിനെയും നിയന്ത്രിക്കുക, കൈകാര്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ഒരു പേഷ്യന്റ് കെയർ ഉറപ്പുവരുത്തുക. അതുപോലെ കൺസൾട്ടന്റ് പാത്തോളജിസ്റ്റുമായിട്ട് പരിശോധനാ ഫലങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അല്ലെ, നമ്മൾ പല ലാബ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിനകത്ത് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലെ, അതായത് ആ ലാബിൽ നിന്നും ആ ടെസ്റ്റുകളിൽ നിന്നും എന്താണ് അവർക്ക് കിട്ടിയ ഒബ്സർവേഷൻ, പിന്നെ ആൾക്ക് ഇന്ന രോഗമാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും. കൃത്യമായിട്ട് സൈൻ ചെയ്ത് താഴെ കുറെ ഡോക്ടർമാരുടെ സൈനിൽ കാണാം. അപ്പൊ അത് ഇന്റർപ്രിറ്റ് ചെയ്യണമെങ്കിൽ ഡോക്ടർമാർക്ക് അത് സാധിക്കും. അല്ലെ, അപ്പൊ അതിനനുസരിച്ചാണ് ഫർദർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അതാണ് ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. പിന്നെ ടെക്നിക്കൽ സൂപ്പർവൈസർ ആരാണ്? പേരിൽ നിന്ന് കിട്ടും റെസ്പോൺസിബിലിറ്റി. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സൂപ്പർവൈസ്, അല്ലെ. പിന്നെ ജനറൽ സൂപ്പർവൈസർ എന്താണ്? ജനറൽ ആയിട്ടുള്ള, അതായത് ലാബിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ മുഴുവൻ സൂപ്പർവൈസ് ചെയ്യുക. MLT എന്താ ചെയ്യുന്നത്? പരിശോധനകൾ, പതിവ് പരിശോധനകൾ ലാബിൽ നടത്തുന്നു. അല്ലെ, അതുപോലെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. അതൊക്കെയാണ് പറഞ്ഞത്. ഫിലബോട്ടോമിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഫിലബോട്ടോമിസ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ് PBT. പഠിച്ചു വെക്കണം കേട്ടോ. PBTയുടെ എക്സ്പാൻഷൻ ഫോം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിരിക്കരുത്. ഫിലബോട്ടോമിസ്റ്റ് ആണ്. അദ്ദേഹം പേഷ്യൻസിൽ നിന്നുമുള്ള ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഇൻഫ്രാസ്ട്രക്ചർ. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അല്ലെ, ഒരു ലാബില് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലാബിന്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സേവനങ്ങൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ഒരു നല്ല ലബോറട്ടറിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അല്ലെ, ഒരു നല്ല ലബോറട്ടറിയിൽ നല്ല സൈനേജ് ബോർഡുകൾ ഉണ്ടാവണം. ആ ബോർഡിനകത്ത് ആ ലാബിന്റെ പേര്, രജിസ്ട്രേഷൻ നമ്പർ, അവർ ഓഫർ ചെയ്യുന്ന സേവനങ്ങള്, അതുപോലെ തന്നെ ഓരോ ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, ടെസ്റ്റിനൊക്കെ ഈടാക്കുന്ന പൈസ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വാർണിംഗ് സൈനുകൾ കൊടുത്തിരിക്കണം. എമർജൻസി പ്ലാൻ ഉണ്ടായിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുകൾ ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറഞ്ഞ റെഫറൽ സെന്റേഴ്സുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അവിടേക്ക് സ്പെസിമെൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ലാബിലുള്ള കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടോപ്സ്, ബയോ ഹസാർഡ്സ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഏരിയകൾക്ക് സ്പെഷ്യൽ വാർണിംഗ് സൈനോട് കൂടി തന്നെ ഒരു നല്ല ലാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞൊരു ലാബില് ഈ പറഞ്ഞ സൂക്ഷ്മ രോഗാണുക്കളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണമെന്നാ പറഞ്ഞത്? ഓരോ കാര്യങ്ങൾക്കും ഓരോരോ സെപ്പറേറ്റ് ഡെസിഗ്നേറ്റഡ് ഏരിയാസ് വേണം. അല്ലെ, റിസപ്ഷൻ ഒരു ഏരിയ, സാമ്പിൾ കളക്ഷൻ ഒരു ഏരിയ. അല്ലാന്നുണ്ടെങ്കിൽ അലക്ഷ്യമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകളും വരും. അല്ലെ, പിന്നെ നമ്മൾ പറഞ്ഞു അവിടുത്തെ എന്താ പറയാ ഫെസിലിറ്റീസ്. അല്ലെ, സ്പെസിമെൻ അല്ലെങ്കിൽ സാമ്പിൾ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. പക്ഷെ അത്തരം ഏരിയകളിലേക്ക് വളരെ അധികാരപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് മാത്രമേ പ്രവേശിക്കാനായിട്ട് അനുവാദമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിനകത്ത്? പറഞ്ഞോളൂ, ചോദിച്ചോളൂ കേട്ടോ. സൈനേജ് എന്ന് പറഞ്ഞ അടയാളങ്ങളാണ് കേട്ടോ ഐശ്വര്യ. അടയാളങ്ങൾ നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോ സൈനേജ് ബോർഡുകൾ കണ്ടിട്ടില്ലേ നമ്മള്? ഇനി ലാബിലൊക്കെ പോകുമ്പോൾ വലിയ മീൻസ് ബോർഡൊക്കെ ഉണ്ടാവും. അതിനകത്ത് എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ഓരോന്നിനും നമ്മൾ ഈടാക്കുന്ന പൈസയൊക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല നമ്മളുടെ ലാബുകളിനകത്ത് എക്സ്റേ ലാബ്, അല്ലെ, അതൊരു സൈനേജ് ബോർഡാണ്. അല്ലെ, നമുക്ക് അറിയണ്ടേ എക്സ്റേ ലാബ് ഏതാണ്ട് പേര് എഴുതി വെക്കണം. അല്ലെ, അതൊക്കെ സൈനേജ് ആണ് കേട്ടോ. സൈനേജ് ബോർഡാണ്, അടയാളങ്ങളാണ്, ചിത്രങ്ങൾ. ഓക്കെ അല്ലേ ഐശ്വര്യ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. പിന്നെ ക്ലാസ് മിസ്സാകുന്ന ആളുകൾ റെക്കോർഡഡ് ക്ലാസ് കാണുക കേട്ടോ. പലവിധ ടൈം മാനേജ്മെന്റ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം കേട്ടോ. മിസ് അൺമ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല മിസ്സിന. ഞാൻ ടെക്നിക്കൽ ആരോട് ചോദിക്കുന്നു. ഇപ്പൊ എന്തായാലും ക്ലാസ് അവസാനിച്ചല്ലോ. അടുത്ത ദിവസം ഇതേ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാം കേട്ടോ. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ഇനിയിപ്പോ 2 മണിക്കൂറായിരിക്കും നമ്മളുടെ ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് 2 ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. ശരി, അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കൂ കേട്ടോ. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പൊ നമുക്ക് പിന്നെ ഓക്കെ, താങ്ക് യു. ശരി.